ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. ഓം അത് 10-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രീയാം. പരമഹംസാനാം, അപ്പോൾ ആത്മാവിനെ ആത്മാവല്ലാത്തതിനെയും തിരിച്ചറിയുക, പ്രകൃതിയെയും പുരുഷനെയും അറിയുക. ബ്രഹ്മം പരമാത്മാവ്, ജീവാത്മാവ് ദേഹത്തോട് ചേർന്നതായിട്ടുള്ള ബ്രഹ്മാംശം, ദേഹി ആയിട്ട് പറയും. പ്രകൃതി അംശമായിട്ടുള്ള ദേഹം, ദേഹത്തിൽ മനസ്സ് ചേർക്കപ്പെട്ടു. ജീവനോടൊപ്പമുള്ളതായിട്ടുള്ള മനസ്സ് ദേഹത്തോട് ചേർക്കപ്പെട്ടു. ഈ ദേഹം ഞാനാണ് എന്ന് മോഹിക്കപ്പെട്ടു, മായ ബാധിച്ചു. ഇത് നിലനിൽക്കുന്നത് പ്രാണനെ കൊണ്ടാണ്, പ്രാണ ഊർജം കൊണ്ടാണ്. ദേഹം നിലനിൽക്കുന്നത് പ്രാണ ഊർജം കൊണ്ടാണ്. ഈ പ്രകൃതി മുഴുവൻ ഇതിലുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ, ഇത് എൻ്റെ എന്നുള്ള അഹം മമ നമ്മെ ബാധിച്ചു. ഇതാണ് ജ്ഞാനം. അപ്പം ഈ ജ്ഞാനം നമുക്ക് പറയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റില്ല. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് ആവർത്തിച്ച് പറയുന്നത്. കേൾക്കാനേ പറ്റുള്ളൂ, ഇങ്ങനെ ഒന്നുണ്ട് എന്ന് ധരിക്കാനേ പറ്റുള്ളൂ. എപ്രകാരത്തിലാണോ ദാനവും ദയയും വേറെ വേറെയാണ് എന്ന് ഇന്നലെയും കൂടി ഞാൻ ആ വിഷയം ചർച്ച ചെയ്തു, മിനിയാന്നും കൂടി ചർച്ച ചെയ്തു മഹാബ്രാഹ്മണന്മാരായിട്ട്. സമ്മതമായിട്ടില്ല അവർക്ക്, പക്ഷേ മനസ്സിലാവുന്നുണ്ട്. ദയയും ദാനവും ഒന്നല്ല. അതേപോലെ ഈ പരമാത്മാവിനെ അറിയുക എന്നത് ജീവാത്മാവായിട്ടുള്ള നമുക്ക് മായ ബാധിച്ചത് കൊണ്ട്, ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിയെ മറികടക്കുക എന്നത് സാധിക്കില്ല എന്നതുകൊണ്ട് പരമഹംസ പദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയില്ല. ശ്രീ ശുകബ്രഹ്മർഷി പരമഹംസനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസര് എന്നാണ് വിവേകാനന്ദൻ തൻ്റെ ഗുരുവിനെ സ്മരിക്കാറ്. അമ്മയെ നേരിട്ട് കാണിച്ചു കൊടുത്തു ഗുരു ശിഷ്യന്, ഭദ്രകാളി ആയിക്കൊണ്ട് ദർശനം കൊടുത്തു. പരമഹംസരെ കുറിച്ച് വിവേകാനന്ദൻ തന്നെ പിന്നീട് പറഞ്ഞത്, ഭദ്രകാളി ഉപാസകനായിട്ടുള്ള ആ ഭഗവാൻ ഭാഗവതം, ഈ ഗുരു ഭാഗവതമാണ് പഠിച്ചിരുന്നത് എന്നാണ്. കൃഷ്ണനും കാളിയും ഒന്നാണ്. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഭാഗവത തത്വമാണ് ഈ ഭദ്രകാളി ഉപാസകന്റെ ശിഷ്യനായിട്ടുള്ള വിവേകാനന്ദൻ അവിടെ പോയിട്ട് പറഞ്ഞത്, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, സഹ ഉദരത്തിൽ ആണ്. ഭൂമിയുടെ ജഠരം, ഭൂമിയുടെ ജഠരമാണല്ലോ, ഭഗവാന്റെ ജഠരമാണ് ഭൂമി. അപ്പോൾ അതിൽ ഒരുമിച്ച് വസിക്കുന്നവരെ എന്നാണ് അതിൻ്റെ വിശാലാർത്ഥത്തിലാണ് പറഞ്ഞത്. അത് ഭാഗവതത്തിലെ, ഭഗവത് തത്വത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സന്ദേശം അതാണ് അവിടെ കൊടുത്തത്. ഭദ്രത്തെ കലനം ചെയ്യുന്നതായിട്ടുള്ള കാലസ്വരൂപി കാളി, അങ്ങനെയുള്ള ആ ഈശ്വര ഭാവം ഭദ്രകാളി മഹാദേവനോട് പറയണ്ട, എന്നെ എല്ലാവരും എന്താ സ്ത്രീ എന്ന് വിളിക്കണു എന്ന്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇനി നിന്നെ ആരാണോ സ്ത്രീ എന്ന് വിളിക്കുന്നത് അവൻ്റെ കുലം അന്നു മുതൽ നശിക്കാൻ തുടങ്ങുകയും നശിക്കും ചെയ്യും എന്നാ. സ്ത്രീയല്ല, പ്രകൃതിയല്ല, ഭദ്രകാളി പ്രകൃതിയല്ല. അപ്പോൾ പരമഹംസന്മാരുടെ പദവിയിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റില്ല. പരമഹംസാനാം, പരമഹംസന്മാരാൽ, അവർക്കും മുനീനാം, മനനശീലമുള്ളതായിട്ടുള്ള, മനനം ചെയ്യുക. ഇത്രയും കൂടുതൽ ഇങ്ങനെ മനനം ചെയ്ത് ഇത് തന്നെയാണ് അത്, അഹം ബ്രഹ്മാസ്മി, ആ ഒരു ഭാവത്തിലേക്ക് എത്തണ്ടേ. അങ്ങനെ മനനശീലമുള്ള അമലാത്മനാം, അപ്പം മാത്രമേ ഈ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ നാം ആ ഈശ്വര ചൈതന്യത്തെ മുഴുവനായിക്കൊണ്ട്
സകല സ്വരൂപങ്ങളുടെ ഒരു സമ്മേളനം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഈ അമലാത്മനാം, ആ ജീവാത്മാവ് മലിനമല്ലാത്തൊരു ഭാവത്തിൽ പ്രകൃതിക്കും ഉപരിയായിട്ട് വരിക. അങ്ങനെയുള്ള അമലാത്മനാം, രാഗാദി വൃത്തികളെ യാതൊന്നും ആ അകത്തേക്ക് പ്രവേശിക്കാത്തത് എന്ന ലൗകികാർത്ഥത്തെയാണ് ഇവിടെ പറഞ്ഞതെങ്കിലും അമലാത്മാവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് കണക്കാക്കണം. പ്രകൃതിയിൽ നിന്നും ഉപരി, അതാണ് അമലാത്മാനം. അല്ലാണ്ട് അവിടെ ഈ സത്രിജ സമ ഗുണങ്ങളിലൂടെ വരുന്നതായിട്ടുള്ള ഈ ഷഡ്വൈരോ ഷഡൂർമ ഷഡരി അതൊന്നുമല്ല. അമലാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് വന്നു. പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചതായിട്ടുള്ള ഭാവത്തിൽ ആ അമലാത്മനാം തഥാ അപ്രകാരം ഭക്തിയോഗ വിധാനാർത്ഥം, ഭക്തിയോഗത്തെ ചെയ്യുവാനായിട്ട് സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണ പരോപകാര, അങ്ങനെ ഭക്തിക്ക് നിർവചനങ്ങൾ ധാരാളമുണ്ട്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന ഭാവത്തിൽ നമ്മൾ എപ്പോഴാണോ എത്തുന്നത് അത് തന്നെയാണ് ഭക്തി. ശുശ്രൂഷാഭാവത്തിലാവണം, മുമുക്ഷുഭാവത്തിലാവണം, അതൊക്കെ ഭക്തിയാണ്. സാധനാഭക്തി, സാധ്യഭക്തി. സാധനാഭക്തിയിലൂടെ നമുക്ക് സാധ്യഭക്തിയിലേക്ക് എത്തണം. അങ്ങനെ എത്തിയ പരമഹംസന്മാര്, ശ്രീരാമകൃഷ്ണ പരമഹംസന്മാരെ പോലെയുള്ള മഹത് വ്യക്തികള് നമ്മുടെ ഈ ജീവിതകാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു മുത്തശ്ശൻ എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന 3-4 തലമുറയ്ക്കുള്ളിൽ കാണുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പം അങ്ങനെയുള്ള അമലാത്മാനാം ഈ ഭക്തിയോഗ വിധാനാർത്ഥം സ്ത്രീയ വയം കഥം ഹി പശ്യേമ, അങ്ങനെയുള്ള ഈ സ്ത്രീകളായിട്ടുള്ള ഞാൻ, എന്നെ പോലെയുള്ളവര് കഥം ഹി പശ്യേമ, എങ്ങനെയാ കാണുക, എങ്ങനെയാ അറിയുക, എങ്ങനെയാ മനസ്സിലാക്കുക, എങ്ങനെയാ അനുഭവിക്കുക. തഥാ പരമഹംസാനാം, എപ്രകാരത്തിലാണോ അപ്രകാരം പരമഹംസന്മാരാൽ കണ്ടുപിടിക്കപ്പെട്ടതായിട്ടുള്ള ഈശ്വരഭാവത്തെ മുനീനാം മനനം ചെയ്തുകൊണ്ട്, അവർ ഈ പരമഹംസന്മാരും മുനികളാ, ഋഷികളും മുനികളാ, ബ്രാഹ്മണരും ഭക്തന്മാരും ഒക്കെ മുനികളാ. പക്ഷേ മനനം എത്രത്തോളം പറ്റും? നമ്മൾ മുനികൾ എന്ന് പറയുമ്പോൾ ഋഷികളുടെ താഴെയാണ് പറയാറ്. മനനം ചെയ്തിട്ട് ഋഷിയാവാൻ പറ്റുമോ എന്നതുകൊണ്ടാണ്. പക്ഷേ ഋഷികൾ മനനം ചെയ്യുന്നുണ്ട്. ഇനി ഋഷികൾ തന്നെ മുകളിലേക്ക് പല തട്ടിലാണ് കിടക്കണം. ദേവർഷി, ബ്രഹ്മർഷി, രാജർഷി, മൂന്ന് പ്രകാരത്തിലുള്ള ഋഷികൾ അതിൻ്റെ പരമർഷിയായിട്ട്, അപ്പോഴേ പരമഹംസന്മാരാവാൻ പറ്റുള്ളൂ. അപ്പം ആ ഋഷിത്വം തന്നെ വളരെ കൂടുതലായി. ഋഷി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നവൻ എന്നാണ് ഋഷി. അപ്പോൾ ഋഷിയാവാൻ തന്നെ പ്രയാസം. അത് രാജർഷിയാവാൻ ഇപ്പം ഈ രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസ്ഥയാണ് രാജർഷി. അത് കഴിഞ്ഞാൽ ബ്രഹ്മഋഷിയാണ്, ബ്രഹ്മത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഋഷിയാണ്. അടുത്തതാണ് ദേവർഷി, നാരദൻ ദേവർഷിയാണ്, വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ്. രാജാക്കന്മാർ അംബരീഷൻ തൊട്ടുള്ള അല്ലെങ്കിൽ ഈ നിമി മഹാരാജാവ് അവർ രാജർഷിയാണ്. ദേവനായിട്ട് മാറി, ഞാൻ ഈശ്വരൻ തന്നെയാണ്. ഇവിടെ രാജർഷിയായിട്ടുള്ള നിമി അല്ലെങ്കിൽ അംബരീഷൻ അവർക്ക് കർമ്മമായിട്ട് ബന്ധമുണ്ട്, കർമ്മഫലമായിട്ട് ബന്ധമുണ്ട്. വസിഷ്ഠന് കർമ്മമായിട്ട് ബന്ധമുണ്ട്, ബ്രഹ്മർഷിയാണ്. ദേവർഷിയായിട്ടുള്ള നാരദന് കർമ്മമായിട്ട് ബന്ധമില്ല. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ആ ഋഷികുലത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പരമഹംസന്മാർ. ശ്രീശുഖ ബ്രഹ്മർഷി എന്നേ പറയാറുള്ളൂ. ഇത് രണ്ടും കൂടി ചെയ്യാൻ എളുപ്പമല്ല, അതുകൊണ്ടാണ്. നാരദൻ ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കണമെന്നുള്ള ദൈവഭാഗത്തിലൊക്കെ ഉണ്ടെങ്കിലും അത് വേറെ വിഷയമാണ്. അത് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അത്ര പ്രയാസമുണ്ട്. ഇപ്പോൾ കിടക്കണില്ല. അപ്പോൾ അതിൽ പറഞ്ഞിട്ടല്ലോ ഉണ്ട്, അതിൽ പറഞ്ഞിട്ട് നമുക്കറിയാലോ, ഞാനും വായിക്കുന്ന ആളല്ലേ. അപ്പം അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ശ്രീശുഖ മഹർഷി, സനകാദി മഹർഷിമാർ, ഋഷഭദേവൻ്റെ മക്കളായിട്ടുള്ള നവയോഗികൾ ഈ ഒരവസ്ഥയിലാണ്. ടോപ്പ്, അറ്റ് ദ ടോപ്പാണ്, മാക്സിമത്തിലാണ്. അങ്ങനെയുള്ള പരമഹംസന്മാരാൽ മുനീനാം, അങ്ങനെയുള്ള മുനിമാരാൽ
അമലാത്മനാം അങ്ങനെയുള്ള നിർമ്മലചിത്തന്മാരായിട്ടുള്ള ഈ ഭഗവത് തുല്യന്മാരാൽ ഭക്തിയോഗ വിധാനാർത്ഥം ഭക്തിയോഗമായിട്ട് നമ്മളൊക്കെ ഭക്തിയുണ്ട്, ഭക്തി യോഗമില്ല. ഈ ഭക്തി കൊണ്ട് ഭഗവാനുമായിട്ട് ജീവാത്മാവിനെ യോജിപ്പിക്കണം. അത് നമ്മൾ കൂട്ടി അത്ര പറ്റില്ല. നമുക്ക് ഭക്തിയുണ്ട്, ആഗ്രഹമുണ്ട്, നമ്മളെ ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർക്കണം. അത് എന്തിനാ അറിയോ? എന്നാൽ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ കാറ് വാങ്ങാലോ, എനിക്ക് സന്താനത്തെ ഉണ്ടാവുമല്ലോ, എനിക്ക് കല്യാണം കഴിക്കാലോ, എനിക്ക് അമേരിക്കയ്ക്ക് പോവാലോ. സകാമം ആണ്. ഈ സകാമം ഭക്തി ശരിയാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നിഷ്കാമമാവണം. നിഷ്കാമം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നിർഗുണം എത്താനേ. കാമമില്ലാത്ത അവസ്ഥയും ഗുണമില്ലാത്ത അവസ്ഥയും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. അപ്പോൾ നിർഗുണ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ അഹം ബ്രഹ്മാസ്മി ആവണം. അപ്പോഴേ അത് പറ്റുള്ളൂ. അവരാണ് പരമഹംസന്മാർ. അപ്പോൾ ആ പരമഹംസന്മാരായിട്ടുള്ള ഈ മുനികളുടെ അമലാത്മന്മാരായിട്ടുള്ള ഈ അവസ്ഥ ഭക്തിയോഗം കൊണ്ട് കിട്ടിയതാണ്. അത് എങ്ങനെയാണ്? കഥം പശ്യമ ഹി സ്ത്രീയ. ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള നമ്മൾ ദേഹം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള മോഹികളായിട്ടുള്ള നമ്മൾ സ്ത്രീഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ സ്ത്രീകൾക്ക് എങ്ങനെയാ ഈ ഒരു അവസ്ഥ കാണാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക? അഹം പശ്യമ കഥം ഹി എങ്ങനെയാ സാധിക്കുക? പറ്റില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാം. എപ്രകാരത്തിലാണോ പരമഹംസന്മാരായാലും മുനികളായാലും ശരി അമലാത്മന്മാരായിക്കൊണ്ട് ഈ ഭക്തിയോഗത്തെ ഇങ്ങനെയാണ് ഭക്തിയോഗം വേണ്ടത് എന്ന് സ്നേഹ, വിനയ, ശുശ്രൂഷ, സമർപ്പണ, പരോപകാര, അങ്ങനെയില്ല, ധാരാളമുണ്ട്. അത് മുഴുവൻ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഈ 72 അല്ലെങ്കിൽ 121 ഭാവങ്ങളിലൂടെ ഈ ഭക്തിയെ ഭഗവാനുമായിട്ട് ജീവാത്മാവിനെ യോജിപ്പിക്കുക എന്ന ഭക്തിയോഗമായിട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ എത്താൻ സാധിക്കാത്ത സ്ത്രീകളായിട്ടുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ അറിയുക? കഥം പശ്യമഹി. അതുകൊണ്ട് ഞങ്ങളെ അവിടേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടേക്കാണ് എത്തിക്കേണ്ടത്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ശ്രീകൃഷ്ണ മുമ്പിലിരിക്കുന്നത്. ദേവകീ വാസുദേവന്മാരുടെ പുത്രനായിട്ടുള്ള അങ്ങയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. താമര നാഭി, താമര മാല, താമര കണ്ണ്, താമര കാല്, ഇങ്ങനെയുള്ള ഭാവത്തിൽ എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കണേ, വസുദേവരുടെ പുത്രനെ കാണാൻ സാധിക്കണേ, ദേവകീ പുത്രനെ കാണാൻ സാധിക്കണേ, നന്ദഗോപരായിട്ടുള്ള ഗോപന്മാരുടെ രാജാവായിട്ടുള്ള ആ രാജകുമാരനായിട്ട് കൃഷ്ണനായിട്ട് കണ്ണനായിട്ട് കാണാൻ സാധിക്കണേ, യശോദാപുത്രനായിട്ട് കാണാൻ സാധിക്കണേ, ഗോവിന്ദനായിട്ട് കാണാൻ സാധിക്കണേ. ഈ അമലാത്മന്മാര് ഗർഗമഹർഷി ഭാഗവതം നമുക്ക് തുടങ്ങുന്ന സമയത്ത് ദശമത്തിൽ 8ാമത്തെ അധ്യായത്തിൽ നാമകരണം ചെയ്യുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ. ഗർഗമഹർഷി ഹോരാശാസ്ത്രം ജ്യോതിഷം പഠിച്ചയാളല്ല, ഉണ്ടാക്കിയ ആളാ. 4 ശാഖകളാണത്രേ ജ്യോതിശാസ്ത്രത്തിലുള്ളത്. അതിൽ ഒന്നാണ് ഈ ഹോര. അതും കുറേ കണക്കുകളൊക്കെ ഉണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ. ഏതായാലും അങ്ങനെയുള്ള ആ ഗർഗമഹർഷി ഭഗവാന്റെ നാമകരണം ചെയ്തത് കൃഷ്ണ എന്നാണ്. ഗർഗഭാഗവതം വിസ്തരിച്ച് പറയുന്നു, ഞാൻ എപ്പോഴും പറയാറില്ല. അങ്ങനെയുള്ള കകാര കമലാകാന്ത രകാര രമേദീതി ഷകാരോ ഷഡ്ഗുണവതി ഭഗവാൻ, അകാരോ അഗ്നിഭുക്ക്, നകാരോ ഭഗവാൻ സ്വയം, വിസർഗോ നരനാരായണ, അങ്ങനെയുള്ള കൃഷ്ണനെ മുഴുവൻ ആയിട്ട് ആവാഹിച്ചു. ആ കൃഷ്ണനെ എനിക്ക് വാസുദേവരുടെ പുത്രനായിട്ട് എന്നും എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള വസനാലിതി വാസുദേവ എന്നും ദേവകീനന്ദനായിക്കൊണ്ടും, അതായത് ഞാൻ ഈശ്വരനെ ആഹ്വാനം ചെയ്യാൻ കഴിവുള്ള ഭാവത്തിൽ എന്നെ എത്തിക്കണേ. അങ്ങനെയുള്ള ദിവ് എന്നുള്ള ഈശ്വരജ്ഞാനം ആണ്ടുള്ള ആ ജ്ഞാനത്തെ എനിക്ക് ആഹ്വാനം ചെയ്യാൻ സാധിക്കണേ എന്നുള്ള ദേവകി ആയിട്ടുള്ള ഞാൻ, എനിക്ക് ഭഗവാൻ വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കണം. എനിക്ക് എൻ്റെ ഈ ഇന്ദ്രിയങ്ങളിൽ ഞാൻ ഭ്രമിക്കുന്നതായിട്ടുള്ളൊരു ഭാവമുണ്ട്, ഗോപൻ. അപ്പം ആ ഗോപൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അത് നന്ദം ആക്കിയിട്ട് മാറ്റണേ, ആനന്ദിപ്പിക്കണേ എന്നാ പ്രാർത്ഥിക്കണേ.
ഇത് എപ്പോഴും 5 വയസ്സുള്ള അല്ലെങ്കിൽ ആ ബാലഭാവത്തിൽ തന്നെ എനിക്ക് കാണണം. അല്ലാണ്ട് ഈ 125 വയസ്സായിട്ടുള്ള ഭഗവാനെ കാണണ്ട. കൈശോരഭാവം വേണം, അതന്നെ വേണ്ടാന്ന്. അതിൻ്റെ താഴെ മതി, ബാലൻ മതി, ഞാൻ എളുപ്പമുണ്ട്. ഉണ്ണിയെ എടുത്ത് ലാളിക്കാലോ, കൊണ്ട് നടക്കാലോ, ഏറ്റി നടക്കാലോ, ഒക്കത്ത് വെക്കാലോ. യശോദ 3 വയസ്സിലുള്ള ആ ഉണ്ണിയെ പിന്നെ താഴ്ത്തു വെച്ചിട്ടില്ലേ ദാമോദരനെ. അങ്ങനെയുള്ള ഭാവത്തില് നമുക്ക് നമ്മുടെ ഈ ദാമോദരനെ ഒക്കത്ത് വെക്കാൻ സാധിക്കണേ. നമ്മുടെ ഒക്കത്ത് ആ ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കണം. അതാണ് ദാമോദരൻ. യശോദയ്ക്കയുടെ ഭാവം ഈ ദാമം കൊണ്ട് കൃഷ്ണനെ കെട്ടിയിട്ടു എന്നാണ്. നമ്മുടെ ഭാവം നമുക്ക് ആ 3 വയസ്സായിട്ടുള്ള ഉണ്ണിയെ നമ്മുടെ കയ്യിൽ ഒക്കത്ത് ഏറ്റി നടക്കുമ്പോൾ നമുക്ക് പലതും സംവദിക്കാൻ പറ്റും കൃഷ്ണനോട്. കാരണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യുത്തരം തരും. നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം. അപ്പോൾ ആ നന്ദഗോപനായിക്കൊണ്ട്, യശോദാ മകനായിക്കൊണ്ട്, യശോദയുടെ മകനായിക്കൊണ്ട്, യശോദാ സൂനുവായിക്കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ വിന്ദനം ചെയ്തതായിട്ടുള്ള ഈ ശരീരത്തെ നമുക്ക് തന്നില്ലേ, അതിൽ ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് തന്നില്ലേ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഭഗവാനോട് നമോ നമ. താമരയ്ക്ക് നിറമുണ്ട്, മാർദ്ദവമുണ്ട്, ആ മൃദുത്വം. എന്നാലും അതൊരു മായ തന്നെയാണ്. ആ മാർദ്ദവം കാരുണ്യമായിട്ട്. എന്നാലോ ഭഗവാനെ നമുക്ക് അങ്ങോട്ട് കാണാം. ഭഗവാൻ നമ്മളെ ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെ അറിഞ്ഞുകൊണ്ട് കാണുന്നു. നമ്മൾ ഭഗവാന്റെ രൂപത്തെ കാണുന്നു. ഭഗവാൻ അതെന്തൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ നമുക്ക് പലത് നമ്മൾ അറിയാം. ജ്ഞാനമുണ്ടായതുകൊണ്ടാണ് മനുഷ്യൻ ആയിട്ട് വന്നത്. വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മനുഷ്യനായിട്ട് ജനിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ പങ്കജനാഭനായിക്കൊണ്ട്, അനന്തപത്മനാഭനായിക്കൊണ്ട് താമരയെ ഭഗവാന്റെ ആ പൊക്കിളിലുണ്ട്. ആ പൊക്കിളിലുള്ള താമരയിലാണ് ഈ ശ്രേഷ്ഠാവായിട്ടുള്ള ബ്രഹ്മാവ് കൂടി ഇരിക്കുന്നത്. അങ്ങനെയുള്ള പങ്കജനാഭനായിട്ടുള്ള ഭഗവാൻ ഈ താമര മുഴുവൻ മാലയായിട്ട്, ഒരു താമരമാല അണിഞ്ഞതായിട്ടുള്ള, താമര ദളമാലയല്ല, താമരമാലയാണ്. താമര എന്നുള്ളത് സ്ഥാനമാണ്. അത് 14 ലോകങ്ങളും കൂടിയാൽ ഒരു താമര എന്നാ. അങ്ങനെ എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ കോർത്തിണക്കിയതാണ് താമരമാല. അതും ഈ കേശാദിപാദം പാദാദികേശം ഒന്നിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഭാവമാണ്. അങ്ങനെയുള്ള പങ്കജമാലിനെ, പങ്കജനേത്രായ, ഈ കാരുണ്യഭാവത്തോടു കൂടി നോക്കുന്നതായിട്ടുള്ള ഭഗവാനെ നമസ്തേ. എവിടെ ആശ്രയിക്കേണ്ടത്? താമര കാലിലാണ്. പങ്കജ അംഘ്രയെ ഞാൻ നമസ്കരിക്കുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. 20, 21, 22 3 ശ്ലോകങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞു. അത് എല്ലാവർക്കും ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ 3 ഭാഗങ്ങളെ, 5 ശ്ലോകങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഈ 5 ശ്ലോകങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്യുവാനായിട്ട് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. നാരായണ 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 കുന്തിയ സ്തുതിയാണ്.